കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് കേവലം ഒരു സാധാരണ മനുഷ്യനായിട്ട് മാത്രമായിരുന്നു. പിറന്നു വീഴുവാൻ ഒരു സ്ഥലം പോലും ലഭിക്കാതെ, തലചായ്ക്കാൻ ഒരിടം പോലും ഇല്ലാതെ, കോടാനുകോടി ദൂതന്മാരുടെ സ്തുതികളിൽ വസിച്ചിരുന്ന സകലത്തിന്റെയും സൃഷ്ടാവായ സകല പ്രപഞ്ചത്തെയും അടക്കി വാഴുന്ന സാക്ഷാൽ ദൈവം തന്റെ യാതൊരുവിധ പ്രൗഢിയോ പ്രതാപമോ കൂടാതെ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന് കാരണം എന്തായിരുന്നു? തന്റെ യഥാർത്ഥമായ മഹത്വത്തോടെ താൻ ഈ ഭൂമിയിലേക്ക് വന്നിരുന്നുവെങ്കിൽ തീർച്ചയായും മനുഷ്യർ തന്നെ അംഗീകരിക്കുമായിരുന്നു, അനുസരിക്കുമായിരുന്നു, അനുഗമിക്കുമായിരുന്നു. എന്നാൽ സഹോദരന്മാരെ, അവർ അങ്ങനെ ചെയ്യുന്നതിനെല്ലാം അടിസ്ഥാനം വിശ്വാസമായിരിക്കുകയില്ല, ഭയമായിരിക്കും. അവർ യേശുവിനെ തെരഞ്ഞെടുക്കുക തൻ്റെ പ്രതാപം കണ്ടിട്ട് മാത്രമായിരിക്കും. എന്നാൽ പാപിയായ ഒരു മനുഷ്യൻ തൻ്റെ വാക്കുകൾ മാത്രം കേട്ട് താൻ ആരാണെന്ന് വിശ്വസിക്കണമെന്ന്, സ്വമേധയാ തന്നെ കർത്താവായി അംഗീകരിക്കണമെന്ന് താൻ ആഗ്രഹിച്ചു. തൻ്റെ പ്രതാപം കണ്ടല്ല, താൻ ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ കണ്ടുമല്ല, തന്റെ വചനം കേട്ട് വിശ്വസിക്കണം. സഹോദരങ്ങളെ, ഇതുതന്നെയാണ് ഇന്നും സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാണാതെ വിശ്വസിക്കണം. അതെ, വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.